ആ ലോകത്ത് നടക്കുന്ന അവസ്ഥ, ആ ഖബറിന്റെ തൊട്ടു മുന്നിൽ നമ്മളിങ്ങനെ നിന്നാൽ നമ്മ വല്ലതും കാണോ? ഇതന്നെയാണ് ജിന്നിന്റെ അവസ്ഥ. ജിന്നിങ്ങനെ നിൽക്കുമ്പോൾ അയലും കൈയിട്ടിട്ട് ജിന്ന് നിൽക്കുന്നല്ലാതെ അവനറിയില്ല അവൻ എന്ത് ചെയ്യും, ഇവിടെ എന്താ നടക്കുന്നത്. കാരണം എന്താ, അവന്റെ കാര്യകാരണ വ്യവസ്ഥകൾക്ക് പരിധി നിശ്ചയിക്കപ്പെട്ട മേഖലയാണ്, പ്രവേശിക്കാൻ സാധ്യമല്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തെളിയിക്കേണ്ട എന്താ, ജിന്നെ ഇന്റെ സഹായം എനിക്ക് ചെയ്തു തരണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ മനുഷ്യന്റെ വിളി കേട്ട് ആ വിളിക്ക് അവന്റെ അവസ്ഥ മനസ്സിലാക്കി അതിനുത്തരം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നിന്റെ കാര്യകാരണ ബന്ധത്തിന്റെ പരിധിക്കുള്ളിൽ പെടുത്തിയതാണോ എന്ന് തെളിയിക്കണം. നിങ്ങൾക്ക് അതിന് സാധിക്കോ? ഇലാ യൗമൽ ഖിയാമ പറ്റൂല, നിങ്ങളെ കൊണ്ട് പറ്റൂല. അതാണ് പറഞ്ഞത്, അത് ജിന്നിന്റെ കാര്യകാരണ ബന്ധത്തിന് പുറത്താ. എന്നാലും അപ്പൊ നിങ്ങൾ എങ്ങനെ ജോത്സ്യന്റെ കാര്യം വിശ്വസിക്കുക? അത് അതിന്റെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലാ. ആരാ പറഞ്ഞത്? അല്ലാഹും റസൂലും. ഇല്ലാതെ ഇവിടെ പ്രമാണമില്ല, ഒന്നുമില്ല, പ്രമാണബദ്ധമായി ചർച്ചയില്ല. എന്നിട്ട് സലാസുല്ലം ഉണ്ടാക്കിയ ഒരു വസ്വാസം പിടിച്ചിട്ട് മുമ്പ് വയറിളക്കി വന്നിരിക്കുക. ഈ അങ്ങനെ വയറിളക്കേണ്ട ഒരു ആവശ്യമില്ല. അയസൻ ഉണ്ടാക്കിയ വസ്വാസം കേട്ട് നമ്മ വയറിളക്കണ്ട. അതിനാണ് ഇങ്ങനെ നമ്മൾ വ്യവച്ഛേദിച്ച് കാര്യകാരണ ബന്ധം നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഇങ്ങനെ കാര്യകാരണ ബന്ധത്തിന്റെ ഈ അൻവാവുകൾ തിരിച്ചറിയാൻ സാധിക്കണം. അത് നോക്കൂ, നമുക്കാണ് ലജനത്തായ്മ തന്നെ പുറപ്പെടുവിച്ച ഒരു ഫത്വയിൽ കാണാം. അതിന്റെ ട്രാൻസ്ലേഷൻ ആരാ ചെയ്തിട്ടുള്ളത്? നമ്മൾ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളാണ് അതിന്റെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയേ, കാരണം സാധാരണ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളിലുള്ള സഹായത്തട്ട ഇബാദത്താകുന്നു. ഈ സാധാരണ ആദിയായ സബബ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യന് നിശ്ചയിക്കപ്പെട്ട ആ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറാണ് ഈ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് നമുക്ക് കാണാം. അമാനി മൗലവി തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു. എന്താ, ബാഹ്യമായ കാര്യകാരണ ബന്ധങ്ങളിലൂടെ മറ്റു വല്ലവരിലും അഭയം പ്രാപിക്കുകയോ അവരോട് രക്ഷ തേടുകയോ ചെയ്യുന്നത് ശിർക്കാണെന്ന് ഇതിനർത്ഥമില്ല. അദൃശ്യവും മനുഷ്യ സാധാരണവുമല്ലാത്തതുമായ മാർഗത്തിലൂടെ അല്ലാഹു അല്ലാത്തവരുടെ രക്ഷയ്ക്ക് അപേക്ഷിക്കലാണ് പാടില്ലാത്തത് എന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കാണ്. ഇവിടെ ഒക്കെ വിശദീകരിക്കപ്പെടുന്നത് എന്താ, മനുഷ്യന്റെ കാര്യകാരണ ബന്ധം, ജിന്നിന് ഒരു കാര്യകാരണ ബന്ധം, മനുഷ്യന്റെ കാര്യകാരണ ബന്ധത്തിന് അതീതമായ കാര്യങ്ങൾ, അത് മനുഷ്യൻ അതിൽ ഉൾപ്പെട്ടാൽ അവസ്ഥ എന്താ കേട്ടോ? കെ എം മൗലവി പറയുന്നു, ആദിയായ സബബുകൾക്ക് അപ്പുറമുള്ള മാർഗങ്ങളാൽ രക്ഷപ്പെടുത്തുവാൻ അപേക്ഷിക്കുക എന്ന ഇസ്തിഹാസ, സഹായിക്കുവാൻ അപേക്ഷിക്കുക എന്ന ഇസ്തിആനത്ത് എന്നിവ രണ്ടും ഏറ്റവും അങ്ങേയറ്റമായ താഴ്മയോട് കൂടിയുള്ള അപേക്ഷ എന്ന ദുആയിൽ ഉൾപ്പെടുന്നവയാകുന്നു. ഇനി ദുആയിൽ ഉൾപ്പെടാത്ത ഇസ്തിആനത്ത് നോക്കൂ. സൃഷ്ടികളുടെ പരിശ്രമം കൊണ്ട് ആദത്തിൽ നടന്നു വരാറുള്ള ഭാഗം, ഈ ഭാഗം സംബന്ധിച്ചുള്ള അപേക്ഷ സൃഷ്ടികളോട് ചെയ്യുന്നതിന് ആദ്യത്തിൽ ഇவ்விதം കാര്യങ്ങളിൽ ഏർപ്പെടാറുള്ളവരും ജീവിച്ചിരിക്കുന്നവരും ആലമുശഹാദത്തിലുള്ളവരും അപേക്ഷ ചെയ്യുന്നവന്റെ അപേക്ഷ കേൾക്കത്തക്ക വിധം ഹാളിലുള്ള സൃഷ്ടികളോട് ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. എന്നിട്ടോ, എന്നാൽ ആദിയായ ബന്ധങ്ങൾക്കപ്പുറമുള്ള മാർഗങ്ങളിൽ രക്ഷപ്പെടുത്തുവാനോ സഹായിക്കുവാനോ ചെയ്യുന്ന അപേക്ഷ അള്ളാഹുവിനോട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ എന്താ വ്യക്തമാക്കപ്പെടുന്നത്? മനുഷ്യന് നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യകാരണ ബന്ധം, ആ കാര്യകാരണ ബന്ധത്തിൽ മനുഷ്യന് സബബായി, മനുഷ്യന് ഒരു കാര്യം നേടിയെടുക്കാൻ, മനുഷ്യനൊരു നന്മ നേടിയെടുക്കാൻ, മനുഷ്യനൊരു ളുറ് തടയാൻ, അതിനു വേണ്ടിയിട്ടുള്ള സബബായി അള്ളാഹു ജിന്നുകളെ നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹു നിശ്ചയിക്കാത്ത ഈ സബബിനെ ആരെങ്കിലും നിശ്ചയിക്കുകയും അവൻ എന്ത് ചെയ്യുന്നു, ജിന്നിനോട് തേടുകയും ചെയ്താൽ അവന്റെ കാര്യകാരണ ബന്ധത്തിന് പുറത്താണ് ആ നടക്കുന്ന സംഗതി. അത് അതിലംഘിച്ചുകൊണ്ടാണ് അവന്റെ തേട്ടത്തെ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ ശങ്കിക്കണ്ട, അയസന് വർണ്ണം കേട്ടിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാ, അദൃശ്യമൊക്കെ അഭൗതികാക്ക എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ അങ്ങനെ വിഷമിച്ച് ബേജാറാവണ്ട. സലാം സുല്ലമിക്ക് കുറെ കാലമായിട്ടുള്ള സൂക്കട, നിങ്ങളത് ഏറ്റെടുക്കണ്ട, അത് അവിടെ വെച്ചോ. സലാം സുല്ലമിനെ നമുക്ക് തട്ടാ, അതേ പറ്റുള്ളൂ. ഇത് ഹദീസ് നിഷേധത്തിലേക്ക് പോകാൻ ഇപ്പൊ സിഹ്ർ നിഷേധിക്കൂല, പിന്നെ മെല്ലെ മെല്ലെ സിഹ്ർ നിഷേധിക്കാതിരിക്കാൻ വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ മൂപ്പര പൂതി ഇങ്ങനെ പറഞ്ഞ് തീർക്കാന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഹദീസ് നിഷേധത്തിലേക്ക് ഞങ്ങൾക്കിപ്പോ പോകണമെന്നുണ്ടെങ്കിൽ ആരാ ചോദിക്കാന്, ആരാ പറയാന്? ഒരാൾക്ക് ഹദീസ് നിഷേധിക്കണം, എന്താ ഇവിടെ പൈസ മുസ്ലിം പോലീസിന് കൊണ്ടല്ലോ? അതൊന്നല്ല. ഈ ഹദീസ് നിഷേധം എന്നത് നമുക്ക് യോജിക്കുന്ന ഒരു കാര്യമല്ല. ഹദീസ് നിഷേധം നമുക്ക് മാനസികമായിട്ട് യോജിക്കാവുന്ന കാര്യമല്ല. അപ്പൊ പിന്നെന്താ, ഈ സിഹ്ർ യാഥാർത്ഥ്യമുണ്ട്, അതും പിന്നെ ജിന്ന് നമ്മുടെ സബബിനപ്പുറമുള്ള കാര്യമാണ് എന്ന് പറയലും രണ്ടും കൂടെ എങ്ങനെ യോജിക്കാം? രണ്ടും യോജിക്കണമെങ്കിൽ മനുഷ്യന്റെ കാര്യകാരണ ബന്ധവും ജിന്നിന്റെ കാര്യകാരണ ബന്ധവും എന്ന വ്യവച്ഛേദം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ജിന്നിന്റെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവൃത്തിയാണ് ഈ ജ്യോത്സ്യനും സാഹിറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ആരാണ് അത് അറിയിച്ചു തന്നത്? അള്ളാഹുവാണ് അറിയിച്ചു തന്നത്. എന്നാൽ ജിന്നിന്റെ കാര്യകാരണ ബന്ധത്തിൽ ഉള്ളിലില്ലാത്ത ജിന്നിന് അപ്രാപ്യമായ മേഖലകൾ ആലമുൽ ഗൈബിലും ആലമുൽ ഷഹാദത്തിലും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടേക്ക് ജിന്നിന് പ്രവേശിക്കാൻ സാധ്യതയില്ല. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഒരു മനുഷ്യൻ ജിന്നെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ആ വിളി കേട്ട് അവന്റെ അവസ്ഥ മനസ്സിലാക്കി അവന്റെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ ജിന്നിന് കഴിയുമോ? ജിന്നിന്റെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽപ്പെട്ടതാണോ? അല്ല അല്ല അല്ല. അതുകൊണ്ട് തന്നെ ജിന്ന് തീർച്ചയായും മനുഷ്യന് അവന്റെ വിളി കേട്ട് അവന് മൻഫഅത്ത് ചെയ്യാൻ ജിന്നിന് സാധ്യമല്ല. എന്നാൽ ജിന്നിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ളുറുണ്ടാക്കാനുള്ള
മാർഗമാക്കിയിട്ടുണ്ടോ? ഉണ്ട്. ളുറിനുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു വതആല ആക്കിയിട്ടുണ്ട്. അത് ആര് പഠിപ്പിച്ചു? ഖുർആൻ പഠിപ്പിച്ചു, ഹദീസ് പഠിപ്പിച്ചു. നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ മൻഫഅത്ത് ലഭിക്കാനുള്ള, നമുക്ക് ഒരു നന്മ സ്വീകരിക്കാനുള്ള, അതിന് ഇസ്തിആനത്ത് നടത്താനുള്ള ഒരു സബബായി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കായിട്ടാണ് വരിക. ഈ മേഖലയിലാണ് നമ്മളെ ചർച്ച നടക്കേണ്ടത്. ഈ മേഖലയിൽ നിന്ന് മാറിപ്പോയി അവസാനം ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതുപോലെ ഈ മേഖലയിലേക്ക് ചർച്ച പോകുന്നു. ഇവിടെ എന്ത് ചെയ്യാ? ഇവിടെ ജമിയത്തിന്റെ ഫത്വ ഈ മേഖലയിൽ വെച്ച് വായിക്കുക, ഈ മേഖലയിൽ നിന്നുകൊണ്ട് അത് പഠിക്കുക. അത് പഠിക്കുമ്പോൾ ജമിയത്തെടുത്ത തീരുമാനത്തിന്റെ വൈജ്ഞാനിക തലങ്ങൾ നമുക്ക് ഓർമ്മ വരും. ഇവിടെ ഫൈസൽ മുസ്ലിയാർ അടക്കമുള്ള ആൾക്കാർക്ക് ഓർമ്മ വരുന്നത് എന്താ? അട്ടിമറി അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങൾ. അതൊക്കെ മറക്ക് ഫൈസൽ മുസ്ലിയാരെ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് വിട്ടാ. നമുക്ക് ശിർക്കും തൗഹീദല്ലേ. നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് കൂലി തരില്ലേ? ആരെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചോ, അള്ളാഹ് കൂലി തരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ മേഖല ഇൽമിയായ രൂപത്തിൽ, ഈ സബബാണോ സബബല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്നിട്ട് നമുക്ക് കൃത്യമായ തീരുമാനത്തിലേക്ക് എത്താം. ആ രൂപത്തിലുള്ള ചർച്ചകൾ ഇനിയും നടക്കട്ടെ. വൈകാരികമായ തലത്തിലേക്ക് ചർച്ചകളെ കൊണ്ടുപോവുകയും ഒരിക്കലും ഒന്നിക്കാനോ തിരുത്താനോ സാധിക്കാത്ത വിധത്തിലേക്ക് ചർച്ചകൾ പോകരുത്. നേരെ മറിച്ച് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കണം. കാര്യകാരണ ബന്ധത്തിൽ നിങ്ങൾ ഉറച്ചിക്കണം. സെക്രട്ടറി പറഞ്ഞ പൊട്ടത്തരത്തിന് നിങ്ങൾ പിന്നിൽ കൂടരുത്. പിന്നെ അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞ മണ്ടത്തരത്തിന്റെ പിന്നിൽ നിങ്ങൾ കൂടരുത്. നിങ്ങൾ ഇതിൽ ഉറച്ചിക്കാം. കാര്യകാരണ ബന്ധത്തിന് അതീതാണോ അല്ലേ? നമുക്ക് അവിടെ നടക്കാം ചർച്ച. അവിടെ ജമിയത്തിന്റെ വിഷയത്തിൽ വേണമെങ്കിൽ നിങ്ങൾ ജമിയത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പർ എന്നല്ലേ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ഇൻഷാ അല്ലാഹ് ആ ഉത്തരവാദിത്വം ഉപയോഗപ്പെടുത്തിയിട്ട് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായമാണോ ജിന്നിൽ നിന്ന് മനുഷ്യന് കിട്ടുന്നത് അല്ലേ എന്നൊരു ചർച്ച നമുക്ക് സംഘടിപ്പിക്കാം. അവിടെ തീരും പ്രശ്നം. അവിടെയാണ് തീരേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് പറയാണ് ഹിപ്നോട്ടിസത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച്. അദ്ദേഹം പറയുന്നത് എന്താ? ഹിപ്നോട്ടിസം ഉപയോഗിച്ച് പിന്നെ വസ്തുക്കൾ കണ്ടെത്തുക, അതുപോലെ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയാണ് എന്താ? പിന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള വിഷയങ്ങളിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് അഭയം പ്രാപിക്കലാണെന്നതിനാലും അത് ശിർക്കാകുന്നു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായ കാര്യങ്ങളാണല്ലോ അള്ളാഹു സൃഷ്ടികൾക്ക് നിശ്ചയിക്കുകയും അനുവദിക്കുകയും ചെയ്തത്. അപ്പൊ എന്താ? ഒരുത്തൻ ജിന്നിലൂടെ ഒരു ഉപകാരത്തെ അവന് കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സബബ് അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് അവന് ആ ജിന്നിലൂടെ അവനക്ക് അത് നേടിയെടുക്കാൻ പ്രാപിക്കാൻ അവന് സാധ്യമല്ല. എന്നാൽ ജിന്നുകൾ അവന് ളുറുണ്ടാക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞത്? അള്ളാണ് പറഞ്ഞത്. അത് നമ്മൾ അംഗീകരിക്കുന്നു. അത് പിന്നെ ജിന്നിന്റെ കാര്യകാരണവുമായി ബന്ധപ്പെട്ട് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയാണ്. എന്നാൽ മനുഷ്യന്റെ കാര്യകാരണവുമായി ബന്ധപ്പെട്ട് ആദിയായ സബബ് എന്ന് വിശദീകരിക്കുന്നതാ. അതുപോലെ സാധാരണ കാര്യകാരണ ബന്ധം, ഹെസിയായ കാര്യകാരണ ബന്ധം എന്നൊക്കെ വിശദീകരിക്കുന്നത് മനുഷ്യന്റെ ഈ കാര്യകാരണ ബന്ധമാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് പ്രവേശിക്കാൻ മനുഷ്യന് സാധ്യമല്ല. അതിന്റെ അപ്പുറത്തേക്ക് വരുമ്പോ എന്തായി? അത് പ്രശ്നമായി. പിന്നെ നമ്മളൊരു പ്രശ്നം വരുന്നത് ജിന്നിന്റെ കുദ്റത്തുകളാണ്. ആ കുദ്റത്തുകളൊക്കെ അല്ലാഹു റസൂൽ അറിയിച്ചാണ്. പക്ഷെ ഒരു വിശ്വാസിക്ക് ജിന്നിന്റെ കുദ്റത്തിൽ പ്രതീക്ഷയില്ല. അവൻ പ്രതീക്ഷ വെക്കുന്നില്ല. കാരണം എന്താ? അവന് പ്രതീക്ഷ വെക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഏതുപോലെ മുഹീദ്ദീൻ ശൈഖിന്റെ മേൽ ആരോപിക്കപ്പെട്ട പിന്നെ കുദ്റത്തുകളിൽ ഖുറാഫികൾക്ക് പ്രതീക്ഷയുണ്ട്. അതുപോലെ ജ്യോത്സ്യനും കാഹിനെയും സംബന്ധിച്ച് ഈ ജിന്നിന്റെ കുദ്റത്തുകളിൽ പ്രതീക്ഷയോടുകൂടി അവർ സമീപിക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യൻ പുഴയിൽ വീണ് മുങ്ങിച്ചാവുന്ന സമയത്ത് ആ മനുഷ്യൻ അതാ കരയിലൊരു ജിന്ന് എന്താ ജിന്നിന്റെ കുദ്റത്തിനെ അവൻ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. അവൻ ആഗ്രഹിക്കുകയാണ്, എന്റെ വിളി കേട്ട് ഒരു ജിന്ന് വരും, എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തും, അതിന് ജിന്നിന് കുദ്റത്തുണ്ട് എന്ന് വിശ്വസിച്ചാണ് പുഴയിൽ മുങ്ങുന്ന മനുഷ്യൻ ജിന്നിനെ വിളിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു അവന് നന്മ ലഭിക്കാനുള്ള സബബായി ജിന്നിനെ നിശ്ചയിച്ചിട്ടുണ്ടോ? വിളിക്കാനുള്ള സബബായി നിശ്ചയിച്ചിട്ടുണ്ടോ? നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ അല്ലാഹു നിശ്ചയിക്കാത്ത ഒരു സബബിലൂടെയാണ്, അള്ളാഹു നിശ്ചയിക്കാത്ത ഒരു സബബിനെയാണ് അവൻ സമീപിക്കുന്നത്. അത് തന്നെ ശിർക്കാണ്. അത് ശിർക്കുൽ അസ്ഗറാകും, ശിർക്കുൽ അക്ബറാകും അവന്റെ വിശ്വാസം അനുസരിച്ചിട്ട്. ഫൈസൽ മുസ്ലിയാർ തന്നെ ഇവിടെ സൂചിപ്പിച്ചല്ലോ എന്താ? ചരട് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ? പിന്നെ അവന്റെ വിശ്വാസം പരിഗണിച്ചിട്ടാണെന്നാ. ഇവിടെ സഹോദര, അതെന്നാണ് പ്രശ്നം. ഇവിടെ ചരട് കെട്ടി അതിലൂടെ രോഗശമനം ഉണ്ടാവുക എന്നത് അള്ളാഹു സബബാക്കിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, സംസം വെള്ളം രോഗശമനത്തിനുള്ള സബബാണ്, അള്ളാഹു നിശ്ചയിച്ചതാണ്. ആ സംസം വെള്ളത്തെ നമുക്ക് എന്ത് ചെയ്യാം? സബബായി സ്വീകരിക്കാം. രോഗശമനം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുവിനുള്ള ത്വഅത്താണ്. എന്നാൽ ഈ കിടിക്കുന്ന കുപ്പിയിലത്തെ വെള്ളത്തിൽ രോഗശമനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചാലോ? അള്ളാഹു സബബ് നിശ്ചയിക്കാത്തതാണ് ഞാൻ ചെയ്തത്. അള്ളാഹു സബബ് നിശ്ചയിക്കാത്തതിനെ ആരെങ്കിലും നിശ്ചയിച്ചാൽ അത് ശിർക്കാണ്. ഇപ്രകാരം ശിർക്ക് ക്ഷണിച്ചു വരുത്തുന്നതാണ്. സൃഷ്ടാവ് നേട്ടമുണ്ടാക്കുമെന്ന് നിശ്ചയിക്കാത്ത വസ്തുക്കളിൽ നേട്ടമുണ്ടാകുമെന്ന വിശ്വാസം ഷെയ്ഖ് ഇബ്നു ബാസ് ആണ് അത് വിശദീകരിച്ചത്. ഷെയ്ഖ് ഇബ്നു ബാസ് പരിശോധിച്ച ഗ്രന്ഥത്തിലാണ് അത് വിശദീകരിക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് ഈ വെള്ളത്തിന് അതിന് പിന്നെ എനിക്ക്
എനിക്ക് രോഗശമനത്തിന് ഇതുണ്ടാകും എന്ന് പറഞ്ഞാൽ എന്തായി? അത് ശിർക്കായി. വിശ്വാസം അക്ബറാകും അസ്ഗറാകും. അത് നമ്മൾ വേറെ വിശദീകരിക്കേണ്ടതാണ്. ഏതായാലും ഇവിടെ ഈ മാർഗത്തിലൂടെ ജിന്നുകളെ സംബന്ധിച്ച് എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത്? എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മൻഫഅത്ത് കിട്ടാൻ ഞാൻ പുഴയിൽ വീഴുന്ന എനിക്ക് വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന സമയത്ത് എന്നെ രക്ഷപ്പെടുത്താനുള്ള സബബായി അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് വിളിക്കാനുള്ള സബബായി, എനിക്ക് ബന്ധപ്പെടാനുള്ള സബബായി, എനിക്ക് പ്രവേശിക്കാനുള്ള സബബായി, എനിക്ക് ഉപയോഗപ്പെടുത്താനുള്ള സബബായി അല്ലാഹു ജിന്നിനെ നിശ്ചയിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്ത് കാണണം, ഹദീസ് കാണണം. ആ ആയത്ത് ഹദീസ് ഇല്ലാണ്ട് ഇവിടെ വെറുതെ യുക്തിവാദം മന്തിക്കൊണ്ടും മറിയാന്ന് വിചാരിക്കണ്ട, നടക്കൂല. നമ്മൾ കണക്കാക്കി തന്നെയാണ് നമ്മൾ രണ്ടൂട്ടം ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാ, കൃത്യമായിട്ട് ആയത്ത് പറയാ. പിന്നെ സഹോദരൻ പറഞ്ഞ 4 ആയത്തുകൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ദുർവ്യാഖ്യാനിച്ചു ഞാൻ പറയില്ല. എന്നാൽ ആ വിഷയത്തിലേക്ക് കടക്കാനുള്ള നമ്മളെ സമയവും അനുവദിക്കുന്നില്ല. ഇവിടെ ഫൈസൽ മുസ്ലിയാരെ, നിങ്ങൾക്ക് ഈ വിഷയത്തിന് ജിന്ന് മനുഷ്യന് ഒരു മൻഫഅത്ത് കിട്ടാൻ, ഒരു ളുറ് തടയാൻ അള്ളാഹ് നിശ്ചയിച്ച സബബാണ്, അതിനെ പ്രാപിക്കാൻ അള്ളാഹ് നിശ്ചയിച്ച സബബാണ് എന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് ഈ 5 മണി വരെ പറ്റൂല. ഞാൻ വെല്ലുവിളിക്കാണ്. നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ തെളിയിക്കുക. പറ്റാത്ത കാലത്തോടെ നിങ്ങൾ മനസ്സിലാക്കാൻ അത് ശരിക്കാണ്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകണ്ട. നിങ്ങളൊരു കാര്യം, നിങ്ങൾക്ക് സാധിക്കും, ഇപ്പൊ സാധിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, നിങ്ങൾക്ക് ഇപ്പൊ സാധിക്കും. കാരണം എന്താ, നിങ്ങൾ ഏർപ്പെട്ട മേഖല പിന്നെ വളരെ നല്ല മേഖലയാണ്. അതിലൂടെ ഈ ചർച്ചയെ കൊണ്ടുപോയി നമുക്ക് ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. السلام عليكم ورحمة الله. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, നേരത്തെ 2 ഭാഗത്തു നിന്നും അവതരിപ്പിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട ഖണ്ഡനത്തിലാണ് നാം ഉള്ളത്. ഒന്നാമത്തെ സമയത്ത് സഹോദരൻ സാലിഷ് അവതരിപ്പിച്ചപ്പോൾ KJU ഫത്വ, KJU സർക്കുലർ എന്ന് ആവർത്തിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞത് KJU ഫത്വയല്ല, അത് KJUവിന് സർക്കുലറുമല്ല. KJUവിന്റെ ലെറ്റർ പേഡിൽ കുറച്ച് ആളുകൾ കൂടി എഴുതി തയ്യാറാക്കി അയച്ചു എന്നേ ഉള്ളൂ. ഇപ്പൊ ഏതായാലും അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അട്ടിമറി ഉണ്ടെങ്കിൽ അത് മറക്കണം എന്നാ. അപ്പൊ അതേ ഞാനും അട്ടിമറി ഉണ്ട്, അത് മറക്കാൻ പറ്റിയ അട്ടിമറി അല്ല എന്നതാണ് പ്രശ്നം. അല്ല, ഞങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചു എന്നതല്ല പ്രശ്നം. അത് ഏതായാലും ഉണ്ട്, അത് വേറെ വിഷയം. അത് എന്നോ മറക്കാനും തയ്യാറാണ്. അകാരണമായി പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുമുണ്ട്. അത് മറക്കാൻ പറ്റും. പക്ഷേ ഇവിടെ KJU എന്ന ഉത്തരവാദപ്പെട്ട സംഘടനയുടെ പേരിൽ നടന്ന ഈ അട്ടിമറി, അത് ആദർശ രംഗത്തുള്ള അട്ടിമറിയാണ്, അത് പ്രമാണ രംഗത്തുള്ള അട്ടിമറിയാണ്. അത് ഞങ്ങൾ കുറച്ചാൾ മറന്നാൽ തീരുന്നതല്ല, തീരേണ്ടതല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് KJUവിൽ അത്തരമൊരു ചർച്ചയോ KJU സാധാരണഗതിയിൽ തീരുമാനമെടുക്കുന്ന അതിന്റെ സ്റ്റെപ്പുകളും അതിന്റെ രീതികളും പാലിച്ചുകൊണ്ടുള്ള തീരുമാനമോ ഈ വിഷയത്തിലും മറ്റു പല വിഷയങ്ങളിലും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. എന്ന് സഹോദരൻ പറഞ്ഞല്ലോ, ഉത്തരവാദപ്പെട്ട മെമ്പർ ആണല്ലോ KJUവിന്റെ, എങ്കിൽ അത് വെച്ചുകൊണ്ട് ചർച്ച നടക്കാം. അത് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടത്. KJUവിന് 2 പ്രാവശ്യം KJUവിലെ മെമ്പർമാർ ഔദ്യോഗികമായി കത്ത് കൊടുത്തു, ചർച്ച വേണം, ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച KJUവിന്റെ പേരിൽ പുറത്തിറങ്ങിയ പുസ്തകം, ആ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ആവശ്യപ്പെട്ടു കോപ്പി വേണമെന്ന്. പക്ഷെ പ്രസിൽ പോയി എന്ന് പറഞ്ഞു. സാധനം പുറത്തിറങ്ങി, അബദ്ധങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. KJUവിനെ 38 ആളുകൾ എഴുതി തയ്യാറാക്കിയ അപേക്ഷ KJUവിന്റെയും KNMന്റെയും ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർക്ക് നേരെ കൊണ്ടുപോയി കൊടുത്തു. ഇതിൽ ഇത്രയും അപാകതകൾ ഉണ്ട്, അതുകൊണ്ട് വേണ്ട നടപടിയെടുക്കണം. എന്താ ഉണ്ടായത്? അവസാനം എറണാകുളത്ത് വെച്ച് വിശദീകരണത്തിൽ പറഞ്ഞുവല്ലോ, 38 വിഡ്ഢികൾ ഒരു എഴുത്തുമായി വന്നിട്ടുണ്ട്. അത് സാലിഷിന്റെ നാട്ടിലേക്ക് എത്തിയപ്പോ പറഞ്ഞു 38 പോത്തുകൾ ഒരു അപേക്ഷയുമായി വന്നിട്ടുണ്ട്, അതിൽ ഒരു പോത്ത് എന്റേതാണ് എന്നുവരെ അവിടെ പ്രസംഗിക്കപ്പെട്ടുവല്ലോ. ഞാൻ ആളെ പരാമർശിക്കുന്നില്ല. അതിനുശേഷം KJUവിലെ ഉത്തരവാദപ്പെട്ട മെമ്പർമാർ 70ഓളം ആളുകൾ എഴുതി തയ്യാറാക്കിയ അപേക്ഷ ഇവരെല്ലാം ഒപ്പുവെച്ചുകൊണ്ട് അതിൽ ഈ ഉള്ളവരും ഒപ്പുവെച്ചിട്ടുണ്ട്. അങ്ങനെ 70ഓളം ആളുകൾ ഒപ്പുവെച്ചിട്ട് KNMന്റെയും KJUവിന്റെയും ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർക്ക് നേരെ ചെന്നുകൊണ്ടുപോയി കൊടുത്തു. ഈ വിഷയത്തിൽ ചർച്ച വേണം, ആ ചർച്ചക്ക് ഞങ്ങളെ വിളിക്കണം, ക്ഷണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തെടുത്തു. അന്ന് KJU സെക്രട്ടറി എന്താ പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് വിളിക്കും. ഒരു പക്ഷേ കത്തയക്കണമെന്നില്ല, കാരണം കത്തയച്ച് കിട്ടാൻ കുറച്ച് സമയം പിടിക്കുമല്ലോ, അതുകൊണ്ട് ഫോണിലാവും വിളിക്കുക. അത്രയും പെട്ടെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ചയ്ക്ക് വിളിക്കാം. കഴിഞ്ഞ നവംബറിലാണ് പറഞ്ഞത്. ഡിസംബറും ജനുവരിയും ഫെബ്രുവരിയും ഇതാ കഴിയാൻ പോവുകയാണ്.
പക്ഷേ കത്തും വന്നില്ല, ഫോൺ കോളും വന്നില്ല, അത്ര രീതിയെ ഉണ്ടായതുമില്ല. അപ്പോൾ ചർച്ച നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ട് ചർച്ച നടക്കേണ്ടതില്ല എന്നല്ല. ഏതായിരുന്നാലും സാലിസിനെങ്കിലും ഒരു പുതിയ ഇൽമ കിട്ടി എന്നത് അദ്ദേഹം പറഞ്ഞു. അൽഹംദുലില്ലാ, നല്ല കാര്യം തന്നെയാണ്. അതാ ഞാനും പറഞ്ഞത്, ചില തെറ്റിദ്ധാരണകൾ സഹോദരന് കുടുങ്ങിയിട്ടുണ്ട്. അത് തെറ്റിദ്ധാരണയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. സക്കരിയ സ്വലാഹി പറഞ്ഞിടത്തല്ല ഇപ്പൊ ഫൈസൽ മുസ്ലിയാർ ഉള്ളതെന്നാ. സക്കരിയ സ്വലാഹി എന്ത് പറഞ്ഞു എന്ന് നോക്കി അത് പറയാനല്ല ഫൈസൽ മുസ്ലിയാർ നടക്കുന്നത്. ഫൈസൽ മുസ്ലിയാർ എന്ത് പറഞ്ഞു അത് പറയാനല്ല സക്കരിയ സ്വലാഹി നടക്കുന്നത്. പ്രമാണം എന്ത് പറയുന്നു അത് ആര് പറഞ്ഞാലും അവിടെ സ്വീകരിക്കും. അത് സ്വലാഹി പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും അല്ലാത്തൊരു പറഞ്ഞാലും നമ്മളതാണല്ലോ പണ്ടേ പഠിപ്പിച്ചത്. കാന്തപുരം പോലും ഉള്ളത് പറഞ്ഞാൽ സ്വീകരിക്കാമല്ലോ, അയാൾ പറയാറില്ല എന്നേ ഉള്ളൂ. ഏതായിരുന്നാലും ശരി, വിഷയം അതല്ല. ഇപ്പോൾ കാര്യകാരണ ബന്ധം തന്നെയാണ് പ്രശ്നം. ഇനിയിപ്പോഴുള്ള പ്രശ്നം എന്താ? അങ്ങനെ സബബ്, അങ്ങനെ കാര്യകാരണം അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നിടത്താണ് ഇപ്പോഴുള്ള ചർച്ച. അപ്പൊ ഏതായിരുന്നാലും അദൃശ്യ മാർഗത്തിലുള്ള ചോദ്യം, അദൃശ്യ മാർഗത്തിലുള്ള തേട്ടം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടമെന്നാണ്, മറഞ്ഞ വഴിക്കുള്ള തേട്ടമെന്നാണ്. എന്നിട്ട് ഇവിടെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ സഹോദരൻ സാലിസും പ്രത്യേകം സൂചിപ്പിച്ചുവല്ലോ, എന്ത് അവർക്ക് അവരുടേതായ കാര്യകാരണ ബന്ധമുണ്ട്, നമുക്ക് നമ്മുടേതായ കാര്യകാരണ ബന്ധമുണ്ട്. ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ശരിയാണ്, ഈ 3 പോയിന്റും ശരിയാണ്. എന്നാൽ ഈ കാര്യകാരണ ബന്ധം ഉപയോഗപ്പെടുത്തി ചില മനുഷ്യന്മാരെങ്കിലും അങ്ങോട്ട് ബന്ധപ്പെടുന്നു, ചില ജിന്നുകൾ ഇങ്ങോട്ടും ബന്ധപ്പെടുന്നു. സഹോദരൻ പറഞ്ഞെന്താ? സാഹിറിനും കാഹിനും സഹായം കിട്ടുന്നുണ്ടല്ലോ, അത് അള്ളാഹു റസൂലും പറഞ്ഞു. എന്താ സാഹിറും കാഹിനും മനുഷ്യന്മാരല്ലേ? സാഹിറും കാഹിനും മനുഷ്യന്മാരല്ലേ? അപ്പൊ ജ്യോത്സ്യന്മാരും സാഹിര്യങ്ങളും അങ്ങോട്ട് ബന്ധപ്പെടുന്നു, അവർ ഇങ്ങോട്ടും ബന്ധപ്പെടുന്നു. ഈ ബന്ധം എങ്ങനെ? നാം ഇത്രയും കാലം പഠിപ്പിച്ചതെന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ റബ്ബിന് മാത്രമേ സാധിക്കൂവെന്ന ഈ സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് എന്ന പുസ്തകത്തിലും 5-ാമത്തെ പേജിൽ പറഞ്ഞു, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി പ്രപഞ്ചാതീതനായ ജഗന്യന്താവ് മാത്രമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ റബ്ബിന് മാത്രമേ കഴിയൂ. എന്നാൽ സാഹിറും കാഹിന്റെയും ജീവിതത്തിൽ ജിന്നുകൾ ഇടപെടുന്നു, പിശാചുക്കൾ ഇടപെടുന്നു. അവരോട് അങ്ങോട്ട് ഇവർ പലതും ആവശ്യപ്പെടുന്നു, ആവശ്യപ്പെട്ട ചിലരെങ്കിലും അവർ ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണോ? ഒരിക്കലുമല്ല. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ റബ്ബിന് മാത്രമേ കഴിയൂ, അള്ളാഹുവിന് കഴിയില്ല, അള്ളാഹുല്ലാത്തവന് കഴിയില്ല. അപ്പോൾ പിന്നെ ആരിടപെട്ടാലും, ആര് എവിടുന്ന് എങ്ങോട്ട് ആരുമായി ഇടപെട്ടാലും ആ ഇടപെടൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമല്ല. അതുകൊണ്ടാണ് ഈ വിഷയമായി 2007 ഫെബ്രുവരിയിൽ വിചിന്തനം വാരിക എഴുതിയത്, ജിന്നുകളുടെയും മലക്കുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണ ബന്ധങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അവയെ കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുക ഇല്ല. അന്നും ഇന്നും എന്നും ഇതാണ് മുജാഹിദുകളുടെ നിലപാട്. എന്നിരിക്കെ എങ്ങനെയാണ് മുജാഹിദുകളുടെ തൗഹീദ് പ്രതിസന്ധിയിലാവുക? 2007 ഫെബ്രുവരി 16 വിചിന്തനം വാരിക. അപ്പൊ ജിന്നിന്റെയും മലക്കിന്റെയും പ്രവർത്തനങ്ങളും കഴിവുകളും എല്ലാം ഉണ്ട്. ആ കഴിവിന്റെ കാര്യകാരണ ബന്ധം എന്താ? നമുക്കറിയില്ല. എന്നതുകൊണ്ട് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താകണം എന്നില്ല, അങ്ങനെ പറയാനും പാടില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ അതേപോലെ അഭൗതികമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല എന്നാണ് വിചിന്തനം എഴുതിയത്. എന്നാൽ ഇപ്പോൾ നമ്മൾ വിചിന്തനത്തിൽ വായിക്കുന്നു അഭൗതികം തന്നെ എന്ന ഹെഡിങ്. ബുദ്ധിയും വകതിരിവുമുള്ളവർ അഭൗതികമാണെന്ന് പറയില്ല എന്ന് 5 കൊല്ലം മുമ്പ്. 5 കൊല്ലം കഴിഞ്ഞപ്പോഴോ അഭൗതികം തന്നെ എന്ന് വിചിന്തനം വാരികയിൽ തന്നെ നമ്മൾ വായിക്കുന്നു. അവിടെയാണ് നമുക്ക് സലാം സുല്ലമിയെ പരാമർശിക്കേണ്ടി വന്നത്. സലാം സുല്ലമിയെ പരാമർശിച്ചതിൽ വല്ല പ്രയാസമുണ്ടെങ്കിൽ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായിരുന്നാലും ശരി, ആ ഒരു തലത്തിലേക്ക് നമ്മൾ ചർച്ച പോകേണ്ടതില്ല. അപ്പോൾ ഈ ജിന്നും മലക്കും മനുഷ്യനും അല്ലാത്ത സൃഷ്ടികളും എല്ലാം കാര്യകാരണ ബന്ധങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് അല്ലാഹു തആല ശറഈയായ സബബാക്കി ഉപയോഗപ്പെടുത്താൻ അനുവാദം തന്നാൽ അതേ നമുക്ക് ഉപയോഗപ്പെടുത്താവൂ, അല്ലാത്ത ഉപയോഗപ്പെടുത്തിക്കൂടാ. ഉള്ള സബബിനെ തന്നെ അള്ളാഹ് നിശ്ചയിക്കണം നമുക്ക് ഉപയോഗിക്കാൻ. ഇല്ലെങ്കിൽ സാധാരണ സബബാണ്, നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇതുപോലെ സന്താനമുണ്ടാകാനുള്ള സബബായി അല്ലാഹു തആല വ്യഭിചാരത്തെ കൗനിയായി വെച്ചു, പ്രാപഞ്ചികമായി വെച്ചു. എന്നാൽ ഒരാള് സന്താനം ഉണ്ടാകാൻ വേണ്ടി വ്യഭിചരിച്ചാൽ ശിർക്കായി എന്ന് പറയും.
സന്താനം ഉണ്ടാകാൻ വേണ്ടി വ്യഭിചരിച്ചു. അപ്പൊ നമ്മൾ സാലിസം എന്ന് പറഞ്ഞെടുക്കുക, സന്താനം ഉണ്ടാകാൻ സബബായിട്ട് അല്ലാഹ് വ്യഭിചാരത്തെ വെച്ചിട്ടില്ല, അല്ലാഹ് നിക്കാഹിലൂടെയുള്ള ബന്ധത്തെ വെച്ചത്, അതുകൊണ്ട് ശിർക്കായി എന്ന് പറയില്ലല്ലോ. കാരണം സബബ് ഇവിടെ ഉണ്ട്, പക്ഷെ ആ സബബ് അല്ലാഹു നമുക്ക് ശർഈയായി വെച്ച് തന്നിട്ടില്ല. ശർഈയായി മതപരമായി ആ സബബിനെ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിച്ചാൽ ഹറാമ് വരുന്നു, ശിർക്ക് വരുന്നില്ല. എന്നതുപോലെ ജിന്നുകളും മലക്കുകളുമെല്ലാം അവരുടേതായ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പലതും പ്രവർത്തിക്കുന്നു. അവർ നമ്മുടെ ശബ്ദം കേൾക്കുന്നു, അവർ നമ്മെ കാണുന്നു. അല്ലാഹു തആല പഠിപ്പിച്ചതാണ്, അങ്ങോട്ട് കാണുന്നില്ല, നാം അവരെ കാണുന്നില്ല, അവർ നമ്മെ കാണുന്നു. ശബ്ദം കേൾക്കുന്നു അവർ നമ്മുടേത്, അതേപോലെ അവർ ഹാജരാകുന്നു. സഹോദരൻ തന്നെ പറഞ്ഞുവല്ലോ, മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് ഖുറാഫികൾ ഉണ്ട് എന്ന് സങ്കല്പിച്ച കുദ്റത്ത്, എന്നാൽ ജിന്നിന്റെ കുദ്റത്തോ ഉണ്ട് എന്ന് സങ്കല്പിച്ചതല്ല, യാഥാർത്ഥ്യമാണ്. ജിന്നിന്റെ കുദ്റത്ത് യാഥാർത്ഥ്യമാണ്. ജിന്നിന്റെ കാഴ്ച പ്രമാണം പരിചയപ്പെടുത്തിയതാണ്, ജിന്നിന്റെ കേൾവി പ്രമാണം പരിചയപ്പെടുത്തിയതാണ്. അത് രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കുന്ന പ്രശ്നം തീർന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, മുഹീദ്ദീൻ ശൈഖ് നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്നു എന്നൊരാൾ വിശ്വസിച്ചാൽ തന്നെ ശിർക്ക്. എന്നാ ഒരു ജിന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാലോ അതൊരിക്കലും ശിർക്കല്ല. കാരണം ഒരു ഖുദ്റത്ത് സാങ്കല്പികമാണ്, കേവലം വിശ്വാസം മാത്രമാണ്, യാഥാർത്ഥ്യമല്ല, മറ്റൊരു യാഥാർത്ഥ്യമാണ്. മുഹീദ്ദീൻ ശൈഖ് നമ്മുടെ സദസ്സിൽ ഇപ്പോൾ ഹാജരായിട്ടുണ്ടാകാം എന്നൊരു ഖുറാഫി വിശ്വസിക്കുമ്പോൾ അത് ശിർക്കാണ് നമ്മൾ പറയുന്നു. എന്നാൽ ജിന്ന് ഈ സദസ്സിൽ ഹാജരായിട്ടുണ്ടാകാം എന്നൊരു വിശ്വസിച്ചാലോ ആ വിശ്വാസം ശിർക്കല്ല. എന്തുകൊണ്ട്? ഒന്ന് യാഥാർത്ഥ്യമാണ്, മറ്റേത് അത് കേവലം സങ്കല്പമാണ്. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. എന്ന പോലെ ഒരു മനുഷ്യൻ വിളിക്കുമ്പോൾ മുഹീദ്ദീൻ ശൈഖ് ആ വിളി കേൾക്കും എന്ന വിശ്വാസമോ, ആ വിശ്വാസം തന്നെ ശിർക്ക്. വിളിക്കേണ്ട കാര്യമില്ല, ആ വിശ്വാസം തന്നെ ശിർക്കാണ്. എന്നാൽ ഒരു ജ്യോത്സ്യൻ വിളിക്കുമ്പോൾ ആ വിളി ഒരു ജിന്നെ കേൾക്കുമെന്ന് വിശ്വസിച്ചാലോ ആ വിശ്വാസം ശിർക്കാണോ? ആ വിശ്വാസം ശിർക്കാണോ? ഓതിയ ആയത്തിൽ തന്നെ യഊദുന ബിജാലിമിൽ ജിന്നി ഫസാദൂഹും റഹഖാ, അവർക്ക് ഗർവ് വർദ്ധിപ്പിച്ചു. എന്തേ ഗർവ് വർദ്ധിച്ചത്? ഈ വിളി അവിടെ ഉള്ള ജിന്നുകൾ കേട്ടു. ആ താഴ്വയിൽ ഉള്ള ജിന്നുകൾ ഈ വിളി കേട്ടു. ഇവൻ അവിടെ ചെന്ന് അഊദു ബിഅളീമി ഹാദൽ വാദി എന്ന് ഇവൻ സങ്കല്പിച്ചുണ്ടാക്കിയ, ഇവൻ വിശ്വസിച്ച ഒരു അലീം, ഇവൻ വിശ്വസിച്ച ഒരു സയ്യിദ്, സയ്യിദ് ഉണ്ടോ ഇല്ലേ അല്ലാഹു അഅലം, സയ്യിദ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഉണ്ടോ ഇല്ലേ അല്ലാഹു അഅലം. പക്ഷെ അവന്റെ വിശ്വാസം അതാണ്, മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസം അതാണ്. ഈ സയ്യിദിനെ വിളിക്കുന്നത് ഇവിടെയുള്ള സാധാരണക്കാര ജിന്നുകൾ കേട്ടു, അവർക്ക് ഗർവ് വർദ്ധിച്ചു. ഇവര് കേട്ടു വിശ്വസിച്ചാൽ ശിർക്കാവോ? ശിർക്കാവില്ല. മുഹീദ്ദീൻ ശൈഖ് എന്റെ വിളി കേട്ടു വിശ്വസിച്ചാലോ ശിർക്കായി. ഈ കേൾവിയുടെ അടിസ്ഥാനത്തിൽ ആ ജിന്നുകൾക്ക് പ്രതികരണമുണ്ടായോ? ഖുർആൻ തന്നെ പഠിപ്പിച്ചു, ഫസാദൂഹും റഹഖാ, ഗർവ് വർദ്ധിപ്പിച്ചു അവർക്ക്. അപ്പോൾ ഈ കേൾവി അവിടെ സ്വാധീനമുണ്ടായി, ഈ കേൾവി അവരുടെ ചിന്തയിൽ സ്വാധീനമുണ്ടാക്കി, അവിടെ പ്രതികരണമുണ്ടായി. ആ പ്രതികരണമുണ്ടായി എന്ന് വിശ്വസിച്ച ശിർക്കാണോ? അല്ല. എന്നാൽ എന്റെ വിളി മുഹീദ്ദീൻ ശൈഖ് കേൾക്കുകയും ശൈഖിന് അതനുസരിച്ച് പ്രതികരണം ഉണ്ടാകുകയും ചെയ്യുമെന്ന വിശ്വാസമോ ശിർക്ക് തന്നെയാണ്. ഇനി മാത്രമല്ല, അതേ തഫ്സീറിൽ തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇത് കണ്ടപ്പോൾ ജിന്നുകൾ ആദ്യം മനസ്സിലാക്കിയിരുന്നു ഇൻസുകൾ നമ്മളെക്കാൾ ഉന്നതരാണ്. അതുകൊണ്ട് ഇൻസുകൾ ഒരു പ്രദേശത്തേക്ക് എത്തുമ്പോൾ ജിന്നുകൾ പേടിച്ചോടുമായിരുന്നു എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അവിടെ തന്നെ സൂറത്തുൽ ജിന്നിന്റെ 6-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചു. അവര് പേടിച്ചോടുമായിരുന്നു ഒരു ഇൻസ് വരുമ്പോഴേക്ക്. അവിടെയുള്ള ജിന്നുകൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അപ്പോഴാണ് ഈ ഇൻസ് അഊദു ബിഅളീമി ഹാദൽ വാദി, ഈ പ്രദേശത്തെ ജിന്നുകളുടെ തലവനോട് ഞാൻ രക്ഷ തേടുന്നു, അഭയം തേടുന്നു എന്ന് പറയുന്നത് ഈ ഓടുന്ന ജിന്ന് കേൾക്കുന്നു, സയ്യിദ് കേൾക്കുന്നില്ല. സയ്യിദ് കേട്ടുവെന്നാണ് പറയുന്നില്ല, സയ്യിദ് ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല. അവിടെ ഉള്ള ജിന്നുകൾ കേൾക്കുന്നു ഇത്. അപ്പ ജിന്നുകൾ മനസ്സിലാക്കുന്നു ഇവർക്ക് നമ്മളെ പേടിയാണ്, നാം ഇവരെ പേടിച്ചോടുന്നു, പക്ഷേ ഇവർക്ക് നമ്മളെ പേടിയാണ്, എങ്കിലും ഒന്ന് നെട്ടിച്ചു നോക്കാം എന്ന് നോക്കി ആ ജിന്നുകൾ തിരിച്ചു വരികയും ഇവർക്ക് ഭ്രാന്ത് വരെ ബാധിപ്പിക്കുകയും ചെയ്യുമെന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടെ രേഖപ്പെടുത്തി വെച്ചു. ഇതുണ്ട് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ലല്ലോ. അപ്പോൾ ഒരു വിളി കേൾക്കുക എന്നതോ ആ വിളിക്കനുസരിച്ച് അവിടെ പ്രതികരണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതോ അതൊരിക്കലും സബബിന് പുറത്തല്ല, അത് കാര്യകാരണത്തിന് പുറത്തല്ല. അത് ഈ ഓതി വെച്ച ആയത്ത് കൊണ്ട് തന്നെ തെളിഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, സാലിശോധ 4 ആയത്ത് തന്നെ മതി, വേറൊരു ആയത്തും ആവശ്യമില്ല.
ആ ആയത്ത് തന്നെ കിട്ടുന്നത് ഇവിടെ അങ്ങനത്തെ സബബുണ്ട്. ഇനി ആയത്താണോ റബ്ബേ ഞങ്ങൾ ജിന്നുകളും ഇൻസുകളും പരസ്പരം ഇസ്തിംതാ നടത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമനുഭവിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ആനന്ദം കണ്ടെത്തി. എന്താ ഇസ്തിംതാ? നേരത്തെ സാലിഷ് വായിച്ചല്ലോ. ഇവർ അങ്ങോട്ടുള്ള ഇസ്തിംതാ എന്താ? ഖുദൂഉ, തഅലീം, അതേപോലെ ഇസ്തിആദത്ത്. അതാ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇസ്തിംതാ. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇസ്തിംതാഓ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇസ്തിംതാഓ ഇവന് ആവശ്യമായ ചില ഉപകാരങ്ങളും ചില ഉപദ്രവങ്ങളും ഒക്കെ ആ ശൈത്താന്മാർ ഇവന് ചെയ്തു കൊടുക്കുന്നു. ജിന്നിനെ വലിയായി സ്വീകരിച്ച, ജിന്നിനെ ഔലിയാക്കന്മാരായി സ്വീകരിച്ച, ആ ജിന്നിനെ പൂജിച്ച, ആ ജിന്നിനെ പ്രീതിപ്പെടുത്തിയ ജിന്നുകൾക്ക് വേണ്ടി, പിശാചുക്കൾക്ക് വേണ്ടി ബലികർമ്മങ്ങൾ നടത്തി അവന്റെ സ്വന്തക്കാരായി ജീവിക്കുന്ന ആ മക്കളിലെ മുസ്ലിക്കുകളും ഇനി ശേഷം ആ പണിയെടുക്കുന്ന ജ്യോത്സ്യന്മാരും കാഹിനീങ്ങളും സാഹിനീങ്ങളും ഒക്കെ ഇതേ പണിയെടുത്ത് ജിന്നിന്റെ ഔലിയാക്കളായി സ്വീകരിച്ച് ജിന്നിന്റെ പിന്നാലെ കൂടി അവനെ പൂജിച്ച് അവനെ പ്രീതിപ്പെടുത്തി നടക്കുന്ന ജ്യോത്സ്യന്മാരും അതേപോലെ മരണക്കാരും. ഈ ജിന്നുമായുള്ള ബന്ധത്തിന് ഇസ്തിംതാ ഉണ്ട്. എന്താ ഇസ്തിംതാ? അങ്ങോട്ടുള്ള ഇസ്തിംതാ അവർക്കുള്ള ബലി, അവർക്കുള്ള പ്രാർത്ഥന, അവർക്കുള്ള മറ്റു ആരാധന, അവരുടെ സഹായത്തേട്ടം, അവരുടെ സഹായത്തേട്ടം അതെല്ലാം ഇവർ ചെയ്യുന്നു. അവർ ഇങ്ങോട്ടുള്ള ഇസ്തിംതാഓ അതേ ആയത്തിൽ മുഫസ്സിരീങ്ങളെല്ലാം പറഞ്ഞു ഇവർക്ക് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില സംഗതികളൊക്കെ ചെയ്തു കൊടുക്കുന്നു, ചില വാർത്തകൾ അറിയിച്ചു കൊടുക്കുന്നു. ഡോക്ടർ ഉസ്മാൻ സാഹിബ് മനുഷ്യന്റെ യഥാർത്ഥ ശത്രു എന്ന പുസ്തകത്തിൽ ആദ്യ അധ്യായത്തിൽ തന്നെ ആ ഇസ്തിംതാ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇസ്തിംതാ ഇങ്ങോട്ടും ഇസ്തിംതാ, അതാണ് പരസ്പരമുള്ള സുഖമെടുക്കൽ. പരസ്പരമുള്ള സുഖമെടുക്കൽ അത് കാര്യകാലത്തിന് അപ്പുറത്താണോ? അല്ല, അതൊരു സബബാണ്. എന്നാൽ ആ സബബ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം അള്ളാഹു നമുക്കത് അനുവദിച്ചില്ല. അള്ളാഹ് ആർക്കെങ്കിലും അനുവദിച്ചാലോ അവർക്കെടുക്കാം, ആർക്കെങ്കിലും അനുവദിച്ചാൽ അവർക്കെടുക്കാം. ഒരു ജിന്നിനെ കൊണ്ട് ഒരാൾ പണിയെടുപ്പിച്ചു, സബബിന് പുറത്താണോ? ഒരിക്കലുമല്ല. സബബിന് പുറത്താണോ? അല്ല, ഉള്ള സബബ് തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷെ ജിന്നിന് പണിയെടുത്ത് കൊടുക്കണോ? സ്വാഭാവികമായും ഈ ഇസ്തിംതാ നടക്കണം. ജിന്നിനെ പൂജിക്കണം, ജിന്നിനെ ആരാധിക്കണം, അവന് വേണ്ടി ബലിയർപ്പിക്കണം, തോന്നിവാസങ്ങൾ ചെയ്യണം, അശ്ലീലമായത് ചെയ്യണം, മുസ്ഹഫിനെ നിന്ദിക്കണം. അപ്പോഴവൻ പണിയെടുത്ത് കൊടുക്കുക. അതുകൊണ്ട് ആ ഇസ്തിംതാ പാടില്ല. എന്നാൽ ഒരാൾക്ക് ജിന്നിനെ കിട്ടി, ഒരു പണിയെടുപ്പിച്ചു, ഈ പണിയെടുപ്പിച്ച സബബിന് പുറത്താണോ? അല്ല. കാരണം സബബിനപ്പുറം ചെയ്യാൻ റബ്ബിനെ കഴിയൂ. അതുകൊണ്ടാണ് സുലൈമാൻ നബിക്ക് അല്ലാഹു അനുവദിച്ചു കൊടുത്തു. എന്നാൽ അതേ സുലൈമാൻ നബിക്ക് തന്റെ കീഴ്പ്പെടുത്തപ്പെട്ട ജിന്നിനോട് ദുആ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കീഴ്പ്പെടുത്തി കിട്ടിയ ജിന്നിനോട് സുലൈമാൻ നബിക്ക് ദുആ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇസ്തിആനത്ത് പറ്റുമോ? പറ്റില്ല. നാം തർക്കമുള്ള ഇസ്തിആനത്ത് അത് പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അസ്ലക്ത ലയഹ്ബതന അമലുക. ആ മിൻ ഖബലിൽ സുലൈമാൻ നബിയും പെട്ടു. നബിക്ക് മുമ്പുള്ളവർക്കും നൽകിയ സന്ദേശമാണെന്ത്? ശിർക്ക് ചെയ്താൽ എല്ലാം പൊളിയും. സുലൈമാൻ നബിക്ക് ജിന്നിനോട് ദുആ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഈ പറയപ്പെട്ട ഇസ്തിംതാ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഈ പറയപ്പെട്ട ഇസ്തിആനത്ത് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. യഊദു നബി ജാലിമിൽ ജിന്നി എന്ന് പറഞ്ഞ ആ ഇസ്തിആനത്ത് സുലൈമാൻ നബിക്ക് പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? ആ ഇസ്തിആനത്തും ആ ദുആഉമെല്ലാം സബബിന് അപ്പുറമാണ്, കാര്യകാലബന്ധങ്ങൾക്ക് അപ്പുറമാണ്. അത് സുലൈമാൻ നബിക്കും അനുവദിക്കപ്പെട്ടില്ല. എന്നാൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഖുദ്റത്ത്, അവർക്കല്ല നിശ്ചയിച്ച കഴിവ്, അവർക്കല്ല കൊടുത്ത കേൾവി, അവർക്കല്ല കൊടുത്ത കാഴ്ച, അവർക്കല്ല കൊടുത്ത കഴിവുകൾ, ശക്തികൾ എന്തെല്ലാം ഉണ്ടോ ആ ശക്തികൾ ഉപയോഗപ്പെടുത്തിക്കോ എന്നല്ല പറഞ്ഞു. അപ്പൊ സുലൈമാൻ നബിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റി. ആ ജിന്നുകളെയും സുലൈമാൻ നബിക്ക് ദുആ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്ത്? അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അത് സബബിന് അപ്പുറമാണ്. അപ്പൊ ജിന്നിന്റെ കാഴ്ച, ജിന്നിന്റെ കേൾവി, ജിന്നിന്റെ കഴിവ് ഇതെല്ലാം പ്രമാണം കൊണ്ട് കിട്ടി. അത് അല്ലാഹു റസൂലും പറഞ്ഞു. അതുകൊണ്ട് സബബായിനല്ല, പറഞ്ഞു തന്നതുകൊണ്ടല്ല സബബായത്. സബബായതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല റസൂല് പറഞ്ഞു അതുകൊണ്ട് സബബ്, ഇല്ലെങ്കിൽ സബബില്ല എന്നാണോ? സിഹിർ അല്ലാഹു റസൂല് പഠിപ്പിക്കുന്നതിന് മുമ്പ് ലോകത്ത് സിഹിറില്ലേ? സിഹിറിന്റെ വിഷയത്തിൽ നടക്കുന്ന എന്താണ് എന്ന് റസൂൽ പറയുന്നതിന് മുമ്പ് ലോകത്ത് സിഹിറില്ലേ? ജ്യോത്സ്യന്മാരെ കുറിച്ച് അല്ലാഹു റസൂൽ പറയുന്നതിന് മുമ്പ് ലോകത്ത് ജ്യോത്സ്യന്മാരില്ലേ? രക്തം സഞ്ചരിക്കുന്ന ഇടത്ത് പിശാച് സഞ്ചരിക്കുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചത് കൊണ്ടാണോ സഞ്ചരിച്ചത്?
പഠിപ്പിച്ചുകൊണ്ടാണോ സഞ്ചരിച്ചത്? സഞ്ചാരം ആദ്യമേയുണ്ട്. ശൈത്വാന് ഈ മനുഷ്യരെ വഴിതെറ്റിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി എന്ന് വിട്ടുവോ അന്ന് മുതൽ നടക്കുന്ന സിസ്റ്റമാണത്, ആ സംവിധാനമാണത്. ആ സംവിധാനം നമുക്കറിയില്ലായിരുന്നു. നമുക്കറിയാനുള്ള വഴി അല്ലാഹു റസൂൽ പഠിപ്പിച്ചപ്പോഴാണ് കിട്ടിയത്, അല്ല നമുക്കറിയില്ല. അല്ല റസൂൽ പഠിപ്പിച്ചോണ്ട് കാര്യകാരണം എന്തായിരുന്നല്ല, കാര്യകാരണം ആണ്, അത് പ്രകാരം നടക്കുന്ന പണിയാണ്. ഇങ്ങനെ സിസ്റ്റം ഇവിടെ ഉണ്ട് എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല പറഞ്ഞതുകൊണ്ട് അത് സബബായി ഇല്ലെങ്കിൽ സബബല്ല എന്നല്ല, സബബ് തന്നെയാണ്, ആദ്യമേ സബബാണ്. ആ സബബിനെ നമുക്ക് ഒന്നുകിൽ പഞ്ചേന്ദ്രൻ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയണം, അത് കഴിയില്ല. അല്ലെങ്കിൽ വഹയി കൊണ്ട് മനസ്സിലാക്കണം, അത് ഇവിടെ കിട്ടി. ഇനി ഈ വിഷയത്തിൽ വഹയും വന്നിട്ടില്ലെങ്കിലോ, ഈ വിഷയത്തിൽ ജ്യോത്സ്യന്മാരെ കുറിച്ചോ മരണക്കാരെ കുറിച്ചോ വഹയും വന്നിട്ടില്ലെങ്കിലോ നമുക്കറിയാൻ കഴിയില്ല. സിസ്റ്റം ഇവിടെ ഉണ്ട്, ഇങ്ങനെ സിഹറുണ്ടെന്നോ കഹാനത്തുണ്ട് എന്നോ അതിൽ പൈസാചിക സഹായമുണ്ടെന്നോ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ ആ സംഗതി ഇല്ലാതാവോ? ഇല്ല, സംഗതി ഇവിടെ ഉണ്ട്, പക്ഷെ നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ അതെല്ലാം ഈ സബബിന്റെ ഉള്ളിൽ തന്നെ, കാര്യകാല ബന്ധങ്ങൾക്ക് ഉള്ളിൽ തന്നെ, ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാം നടക്കുന്നത്. പക്ഷെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. അത് അള്ളാഹ് അനുവദിച്ചില്ല. സുലൈമാൻ നബിക്ക് അത് അനുവദിച്ചു, അപ്പോൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. ആ സുലൈമാൻ നബിക്കും സബബിന് അപ്പുറം ആ ജിന്നിനെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ശിർക്ക് തന്നെ. സബബിനപ്പുറം സുലൈമാൻ നബി ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്ക് തന്നെ. സബബിനപ്പുറം സുലൈമാൻ നബി ഇസ്തിആത്ത് നടത്തിയ ശിർക്ക് തന്നെ. സബബിനപ്പുറം സുലൈമാൻ നബി ജിന്നിനോട് എന്ത് കാണിച്ചാലും, ജിന്നിനെ ബഹുമാനിച്ചാലും പേടിച്ചാലും ആദരിച്ചാലും താഴ്മ കാണിച്ചാലും എല്ലാം ശിർക്ക് തന്നെ. എന്തുകൊണ്ട്? അത് സബബിനപ്പുറമാണ്. അത് നമുക്കും ശിർക്കാണ്. സുലൈമാൻ നബിക്ക് ശിർക്കല്ലാത്തത്, സുലൈമാൻ നബിക്ക് ശിർക്കാകുന്നത് നമുക്കും ശിർക്ക്, നമുക്ക് ശിർക്കാകുന്നത് സുലൈമാൻ നബിക്കും ശിർക്ക്. ശിർക്കും തൗഹീദും മാറുന്ന അവസ്ഥയല്ല. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഖിയാമത്ത് വരെ ശിർക്കും തൗഹീദും ഒരേ രൂപത്തിലാണ്. അതിന് മാറ്റമില്ല. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് തൗഹീദിൽ പുതിയതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഖുൽ മാ കുൻതു ബിദ്അൻ മിനർ റസൂൽ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഒരു പുതിയ വാദവുമായി വന്നവനല്ല. ആദം നബി പഠിപ്പിച്ച തൗഹീദ് എന്തോ അത് തന്നെയാണ് മുഹമ്മദ് നബിയും പഠിപ്പിച്ചത്, അത് തന്നെയാണ് എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ചത്, അത് തന്നെയാണ് സുലൈമാൻ നബിയും പഠിപ്പിച്ചത്. ശിർക്കൊരിക്കലും അനുവദിക്കപ്പെടുന്നില്ല, അത് ഒരു നബിക്കും അംഗീകരിക്കപ്പെടുന്നില്ല. എന്നാൽ അല്ലാത്തത് ഉണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, കണ്ട സബബുമ പിടിച്ചപ്പോ മൂപ്പര് പോരുന്ന പോക്ക് കണ്ട, അതാ ഞാൻ പറഞ്ഞത്. സബബും എന്നെ പിടിക്കണങ്ങളെ, ഈ വ്യാഖ്യാനം ഒക്കെ പോയി മൂപ്പര് അവസാനം എന്തായി? അള്ളാഹ് നിശ്ചയിച്ച സബബ് ഏതാ? പിന്നെ വ്യഭിചാരവും അതുപോലെ തന്നെ വിവാഹവും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സന്താനോൽപാദത്തിന് അള്ളാഹ് നിശ്ചയിച്ച സബബ് എന്താ? അണ്ടബീജ സങ്കലനാണ്. ആ അണ്ടബീജ സങ്കലനത്തിന് രണ്ട് മാർഗമുണ്ട്. ഒന്ന് ഹറാമായതുണ്ട്, ഒന്ന് ഹലാലായുണ്ട്. ഹറാമാണ് വ്യഭിചാരം, ഹലാലാണ് വിവാഹം. ഇവിടെ ഇങ്ങനെയാണ് ജിന്ന് എങ്കിൽ ജിന്നിനോടുള്ള സമീപനത്തിന് ഹലാൽ ഉണ്ടാവണം, ഹറാം ഉണ്ടാവണം. നിങ്ങൾ എവിടെ തിരിക്കാത്തത്? എവിടെ കാണണ്ടേ? ഇനി കള്ള് വെള്ളാണോ? വെള്ളം ദാഹം തീരാനുള്ള സബബാണോ? അതല്ല നിശ്ചയിച്ചു. ആ വെള്ളത്തെ ആൽക്കഹോളിക് ആക്കിയാൽ ഹറാമായി, ആ വെള്ളത്തിൽ പഞ്ചസാര ചേർത്താൽ ഹലാലായി. ഇവിടെ വെള്ളം എന്ന സബബിന് രണ്ട് വശമുണ്ട്. ഇവിടെ ജിന്നി സബബാണെന്നാ മുപ്പര് പറഞ്ഞത്. ഏതാ ആയത്ത് ജിന്നി സബബ് എന്നറിയാം? ജോത്സ്യം വിളിച്ചത് അതാ മുപ്പർക്ക് സബബ്. മുപ്പര് വിചാരിച്ചിങ്ങനെ ജോത്സ്യനെ വിളിച്ച ജോത്സ്യൻ കേട്ടു ദേ വരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ പൊട്ടത്തരാണ് മനസ്സിലാരെ. ജോത്സ്യനെ സംബന്ധിച്ച് ജോത്സ്യന് ഈ ജിന്നിന്റെ സേവ കിട്ടാൻ അയാൾ എന്ത് ചെയ്യും? പല വിഭാഗത്തിലും ചെയ്യും. അയാൾ സേവ ചെയ്താലും ചെയ്തില്ലെങ്കിലും ജിന്ന് ഉദ്ദേശിക്കുന്ന സഹായം കിട്ടും. ഇല്ലാണ്ട് അയാൾ വിളിക്കുമ്പോൾ ജിന്ന് കേട്ട് ആരെ വിളിക്കണ്ടല്ലോ, ജിന്ന് ഉറങ്ങിയായിരുന്നു, ഫോൺ വന്നല്ലോ ജോത്സ്യന്റെ, എന്താണ് വല്ല ആവശ്യമുണ്ടോ? ഉണ്ട്. ഇതൊക്കെ വെറും ചട്ടിപ്പം വ്യാഖ്യാനാണ്. നേരെ മറിച്ച് നിങ്ങൾ പിന്നെ അടുത്ത എന്താ പറഞ്ഞ സുലൈമാൻ നബിക്ക് സബബാക്കി. നിങ്ങളെ നിങ്ങൾക്ക് വൈദ്യം പറഞ്ഞില്ലേ? സുലൈമാൻ നബിക്കാണ് സബബാക്കിയത്, അത് മുഅ്ജിസത്താണ്. പിന്നെ നമുക്ക് സബബാവും. അപ്പൊ നമുക്ക് സബബ്, സുലൈമാൻ നബിക്കും സബബ്. അപ്പൊ നമ്മൾ രണ്ടൂട്ടം മുഅ്ജിസത്തുള്ളവരാ. ഇവിടെ എന്റെ ചോദ്യം എന്തായിരുന്നു? അത് അട്ടിമറിച്ചു. അത് ഞാൻ പറഞ്ഞത്, ഈ മന്ദിക്കും ഈ ഭാഷ അങ്ങോട്ട് തിരിക്കലും ഇങ്ങോട്ട് വാക്ക് ചെയ്യലും ഒന്നും നേർക്ക് നേരെ നടക്കൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങളോട് എന്റെ ചോദ്യം എന്താ? ഞാൻ പുഴയിൽ വീണു, ഞാൻ പുഴ തന്നെ വീണു. പുഴയിൽ വീണപ്പോ ആ പുഴയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വിളിച്ച് സഹായം ആവശ്യപ്പെടാൻ ജിന്നുകളെ സബബാക്കിയിട്ടുണ്ടോ ഇല്ലേ? ഇതിന് മറുപടി കിട്ടാൻ പറ്റും. അതിന് നിങ്ങൾ കൃത്യമായിട്ട് പറയാ, സബബാക്കിയിട്ടുണ്ടോ ഇല്ലേ? ഏതായാലും സബബ് ചർച്ചക്കെടുത്ത് നന്നായി. ഇപ്പൊ ഏതാണ്ട് ആദ്യം സബബല്ലാത്തവർക്ക് ഇപ്പൊ ഏകദേശം സബബിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്.
സുലൈമാൻ നബിക്ക് മുഴുജത്താണല്ലോ എന്ന. ശരി, ജിന്നിനെ കീഴ്പ്പെടുത്തി കൊടുത്തത് മുഴുജത്ത് തന്നെയാണ്, സംശയമില്ല. കീഴ്പ്പെടുത്തി കൊടുത്തു എന്നതും മുഴുജത്ത് തന്നെയാണ്. പക്ഷേ ആ ജിന്നെടുത്ത പണികളോ അത് മുഴുജത്താണോ? ജിന്നെടുത്ത പണി മുഴുജത്താണോ? സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനപ്രകാരം ജിന്നുകൾ സമുദ്രത്തിൽ മുങ്ങി മുത്തുവാരി കൊടുക്കുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. ഈ സമുദ്രത്തിൽ മുങ്ങിയതും മുത്തുവാരിയതും മുഴുജത്താണോ? അല്ല. പിന്നെ സുലൈമാൻ നബി നിർദ്ദേശിച്ച പ്രകാരം പണിയെടുത്തു, അതാ മുഴുജത്ത്. കാരണം ജിന്നിന് മുഴുജത്തില്ലല്ലോ, ഇഫ്രീത്തിന് മുഴുജത്തില്ലല്ലോ. താങ്കളുടെ സഭയിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം കൊണ്ടുവരാം എന്ന് ജിന്നിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു. ആ കൊണ്ടുവരുന്നത് മുഴുജത്താണോ? അല്ല. എന്തുകൊണ്ട്? വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാൻ അതിന് കഴിവുള്ളവനാണ്, ഞാൻ കഴിവുള്ളവനാണ്. ഓന്റെ കഴിവാണത്, അവന്റെ കഴിവാണത്. അപ്പൊ സമുദ്രത്തിൽ മുങ്ങാൻ, പുഴയിൽ മുങ്ങാൻ, മുത്തെടുക്കാനുള്ള കഴിവ് ജിന്നിനുണ്ട്. അത് മുഴുജത്തായപ്പോ ഉണ്ടായ കഴിവല്ല. മുഴുജത്തായത് കൊണ്ട് ഇഫ്രീത്തിന് കഴിവ് കൂടിയതല്ല, മുഴുജത്ത് ഇഫ്രീത്തിനല്ല. ഈ കഴിവുള്ള ഇഫ്രീത്തിന് സുലൈമാൻ നബിയുടെ നിർദ്ദേശപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയക്കാനും പണിയെടുപ്പിക്കാനും കഴിഞ്ഞു. അത് കാര്യകാലം അപ്പുറമായ വഴിയിൽ കിട്ടിയതാണ്. അത് സുലൈമാൻ നബി ജിന്നിനെ പൂജിച്ച് സ്വന്തം ആളാക്കി എടുത്തിട്ട് കീഴ്പ്പെടുത്തിയെടുത്തതല്ല, മറിച്ച് അല്ല പ്രത്യേകമായ വഴിയിൽ ഈ കാര്യകാല സംവിധാനം ഒന്നുമില്ലാതെ അല്ല കീഴ്പ്പെടുത്തി കൊടുത്തു. അതാണ് മുഴുജത്ത്, അതാണ് മുഴുജത്ത്. കാറ്റ് മുഴുജത്താണ് സുലൈമാൻ നബിക്കുള്ള. എന്താ മുഴുജത്ത്? ഒരു പ്രഭാതത്തിൽ ഒരു മാസത്തെ ദൂരം സഞ്ചരിക്കുന്നു, ഒരു പ്രദേശത്തിലും ഒരു മാസത്തെ ദൂരം സഞ്ചരിക്കുന്നു. കാറ്റിന്റെ ഈ സഞ്ചാരം മുഴുജത്താണോ? അല്ല. പിന്നെന്താ മുഴുജത്ത്? തജ്രീബി അംരിഹി, സുലൈമാൻ നബിയുടെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുന്നു, അതാ മുഴുജത്ത്. സുലൈമാൻ നബി കിഴക്കോട്ട് പോകുമ്പോൾ കിഴക്കോട്ട് പോകും, സുലൈമാൻ നബി പടിഞ്ഞാറോട്ട് പോകുമ്പോൾ പടിഞ്ഞാറോട്ട് പോകും. അതാണ് മുഴുജത്ത്. അത് നയിക്കുന്നതിന്റെ കാര്യകാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കീഴ്പ്പെടുത്തലല്ല. ഒരാൾ കാറ്റ് വരുന്ന ദിശയിൽ ഒരു വലിയ മറ കെട്ടിയിട്ട് കാറ്റിന്റെ ദിശ തിരിച്ചുവിട്ടാലോ അത് മുഴുജത്താവോ? ഇല്ല. അപ്പോൾ കാറ്റല്ല മുഴുജത്ത്. ആ കാറ്റിനെ അഭൗതികമായ വഴിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിൽ കീഴ്പ്പെടുത്തി കിട്ടി, അതാ മുഴുജത്ത്. എടുപ്പിച്ച പണികളോ അത് മുഴുജത്തല്ല. പണിയല്ല മുഴുജത്ത്, എടുപ്പിക്കാൻ കഴിഞ്ഞു, അതാ മുഴുജത്ത്. എടുത്തതല്ല മുഴുജത്ത്. ഹുദ്ഹുദ് മരംകൊത്തി പറന്നുപോയി വാർത്തകളുമായി വന്നു. ഈ മരംകൊത്തിയാണോ അഭൗതികം? ഈ മരംകൊത്തി പാറിയതാണോ ഭൗതികം? ഈ മരംകൊത്തി എഴുത്തുമായി പോയതാണോ ഭൗതികം? അല്ല. പിന്നെയോ സുലൈമാൻ നബി എങ്ങോട്ട് പോകാൻ പറഞ്ഞോ അങ്ങോട്ടത് പോയി. സുലൈമാൻ നബി എങ്ങനെ വരാൻ പറഞ്ഞു അങ്ങനെ വന്നു, അതാണ് അഭൗതികം. എന്ന ഒരു പക്ഷിയെ ഒരാൾ പരിശീലിപ്പിച്ച് തന്റെ വളർത്തുപക്ഷിയാക്കി മാറ്റി ഇയാൾ പറയുന്ന പണി ആ പക്ഷി ചെയ്താലോ അത് മുഴുജത്താണോ? അല്ല. അത് കാര്യകാരണ ബന്ധമാണ്, അത് ഭൗതിക സംവിധാനത്തിലാണ്. മറ്റേതോ കാര്യകാരണ ബന്ധമില്ലാതെയാണ്, അഭൗതിക വഴിയിലാണ്. അതാവട്ടെ സുലൈമാൻ നബിയുടെ കഴിവല്ല, പടച്ച റബ്ബ് പ്രത്യേകമായി നൽകിയതാണ്. അതാ മുഴുജത്ത്. മുഴുജത്ത് പോലെ കഴിവേ അല്ല. മുഴുജത്ത് അല്ല പ്രത്യേകമായി അവരുടെ കയ്യാൽ അല്ലാഹു തആല പ്രകടിപ്പിക്കുന്നു എന്നാണല്ലോ മുഴുജത്തെ കുറിച്ച് ഇത്രയും കാലം നാം ഈ സമുദായത്തെ പഠിപ്പിച്ചത്. പോലെ സിദ്ധിന് മറ്റോ പറഞ്ഞപ്പോ സിദ്ധി അല്ല എന്ന് പഠിപ്പിക്കുക നമ്മൾ ചെയ്തത്. അപ്പൊ അവിടെ തന്നെയാണ് പോയിന്റ്. അപ്പൊ ഏതായാലും ഒരു ജിന്നാവട്ടെ, മലക്കാവട്ടെ, മനുഷ്യനാവട്ടെ, ഏതാവട്ടെ, ഈ പുഴയിലാവട്ടെ, കടലിലാവട്ടെ, കരയിലാവട്ടെ, എവിടെ ആയാലും അല്ല സാലിച്ച് മനസ്സിലാക്കിയ പോലെ പുഴയിലെത്തുമ്പോ വിളിച്ചാൽ കേൾക്കൂല, അപ്പൊ കരയിലെത്തി വിളിച്ചാൽ കേൾക്കോ? കരയത്തെ വിളിച്ചാൽ കേൾക്കോ? വിജയപ്രദേശത്ത് കേൾക്കൂല, ജലപ്രദേശത്ത് കേൾക്കോ? കേൾക്കാവുന്നത് എവിടെയും കേൾക്കാം, കേൾക്കാത്തതോ എവിടെയും കേൾക്കൂല. കേൾക്കാവുന്നത് അവരെ കുതിരത്ത്. ജിന്നിന് കേൾവിയുണ്ടല്ലോ, നേരത്തെ സാലിഷ് തന്നെ പറഞ്ഞു, ആ കേൾവിക്ക് പരിധിയുണ്ട്. അതുകൊണ്ട് ഖബല ശിക്ഷ കേൾക്കുന്നില്ല, ഖബല ശിക്ഷ കേൾക്കുന്നില്ല. അപ്പൊ അവന് കേൾക്കാവുന്ന പരിധിയുണ്ട്, കേൾവിയുണ്ട്. ഇനി ആ കേൾവി ഏതൊക്കെ എത്രയൊക്കെ അല്ലാഹു നമുക്കറിയില്ല. എവിടെ വിളിച്ചാലോ കേൾക്കുക, എപ്പോ വിളിച്ചാലോ കേൾക്കുക, നമുക്കറിയില്ല. അതുകൊണ്ടാണ് ജബ്ബാർ മുരീദ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, കേൾക്കുമെങ്കിൽ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിച്ചോട്ടെ. അല്ലാതെ എവിടെ നിന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ കേൾക്കുന്നതാണോ? ശിർക്ക് തന്നെയാണ്. ഞാൻ എപ്പോ വിളിച്ചാലും അതിനുവേണ്ടി പുഴയിൽ പോയി മുങ്ങേണ്ട കാര്യമില്ല. അതിനു വേണ്ടി ആ വിളി കരയിൽ നിന്ന് വിളിച്ചാലും ശിർക്ക് തന്നെയാണ്. കരയിൽ നിന്ന് ശിർക്കായത് കരയിലും ശിർക്ക്, പുഴയിലും ശിർക്ക്. അല്ലാത്തതോ എവിടെയും ശിർക്കില്ല. അപ്പോൾ ജിന്നിനൊരു കേൾവിയുണ്ട്, ജിന്നിനൊരു കാഴ്ചയുണ്ട്, ജിന്നിനൊരു കുതിരത്തുണ്ട്. അതിനകത്ത് സാലിസ് തന്നെ പറഞ്ഞു കുതിരത്ത് ജിന്നിനുണ്ട്. അത് അല്ലാഹു റസൂലും പഠിപ്പിച്ചതാണ്, പ്രമാണങ്ങൾ വന്നതാണ്. ആ കുതിരത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കൽ ശിർക്കല്ലെങ്കിൽ ആ കുതിരത്തെ വെച്ച് ചെയ്യുമെന്ന നിലയ്ക്കുള്ള ചോദ്യമാണോ? ആ ചോദ്യത്തിന് പ്രാർത്ഥന എന്ന് പറയില്ല. ആ ചോദ്യത്തിന് പ്രാർത്ഥന എന്ന് പറയില്ല. ചോദിക്കാൻ പറ്റോ? പറ്റൂല. കാരണം എന്താ? അല്ലാഹു അനുവദിച്ചിട്ടില്ല. നിക്കാഹ് ഹലാലും വ്യഭിചാരം ഹറാമും ആയ പോലെ ഇതിൽ രണ്ടെണ്ണം വേണ്ടേ? ഇതിൽ ഒറ്റൊന്നേ ഉള്ളൂ.
ഒറ്റന്നേ ഉള്ളൂ. കാരണം എന്താ? ഇവൻ നമ്മളെ പഴിപ്പിക്കാൻ തക്കം പാർത്ത് നിൽക്കുന്നവനാണ്, ഇവൻ നമ്മുടെ ശത്രുവാണ്. അതുകൊണ്ട് ഫത്തഖിദൂഹു അദുവ്വാ, അവനെ അദുവ്വായി തന്നെ കാണണം, ശത്രുവായി തന്നെ കാണണം എന്ന് സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. അതുപോലെ ഇസ്തിംതാഴ് നടക്കും. ആ ഇസ്തിംതാഴ് വഴി അവൻ നമ്മെ പഴിപ്പിക്കും, അവൻ നമ്മെ തെറ്റിക്കാനായി തക്കം പാർത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് അവനുമായുള്ള ഒരു ബന്ധവും നമുക്കില്ല, യാതൊരു ബന്ധവും നമുക്കില്ല. ഭൗതിക ചോദ്യവുമില്ല, അഭൗതിക ചോദ്യവുമില്ല, കരയിലുമില്ല, കടലിലുമില്ല, എവിടെയുമില്ല. ജിന്ന് എന്ന വിളി, ജിന്നുമായുള്ള ബന്ധം, ജിന്നുമായുള്ള സമ്പർക്കം ഇല്ല, നമുക്കൊരിക്കലുമില്ല, ഒരിക്കലും അനുവദിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ശിർക്കാകലെപ്പോൾ ജിന്ന് കാണുമെന്ന വിശ്വാസം ശിർക്കാകുന്നിടത്ത്, ജിന്ന് കേൾക്കുമെന്ന വിശ്വാസം ശിർക്കാകുന്നിടത്ത് ജിന്ന് എന്ന വിളിയും ശിർക്കാകും. അതെവിടെ ശിർക്കാകാം? എവിടുന്ന് വിളിച്ചാലും കേൾക്കാനാകുമെന്ന വിശ്വാസമുണ്ടോ? ശിർക്ക് തന്നെ. എവിടുന്ന് വിളിച്ചാലും എന്നെ കാണുമെന്ന വിശ്വാസമുണ്ടോ? ശിർക്ക് തന്നെ. എപ്പോ വിളിച്ചാലും വിളിക്കുത്തരം ചെയ്യുമെന്ന വിശ്വാസമുണ്ടോ? ശിർക്ക് തന്നെ. ചോദ്യം ആ രൂപത്തിലാണല്ലോ വന്നത്. ഞാൻ വിളിച്ചാൽ ആ വിളി കേട്ട് എന്റെ അവസ്ഥ മനസ്സിലാക്കി ഉത്തരം ചെയ്യാൻ കഴിയുമെന്ന് ഇവിടെ കിട്ടി. അങ്ങനെ കഴിയൂല. അത് അല്ലാഹ്ക്കേ കഴിയുള്ളൂ, അത് റബ്ബിനെ കഴിയൂ. അത് ജിന്നിനും കഴിയില്ല, അത് മലക്കിനും കഴിയില്ല, ഒരു സൃഷ്ടിക്കും കഴിയില്ല. അത് റബ്ബിന് മാത്രം കഴിയുന്ന കാര്യമാണ്. എവിടുന്ന് വിളിച്ചാലും എപ്പോ വിളിച്ചാലും ആ വിളി കേൾക്കാനും അവസ്ഥ അറിയാനും ഉത്തരം ചെയ്യാനുമുള്ള കഴിവ് പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ. എന്നാൽ ജിന്നിന് കേൾക്കുന്നൊരു വിളികളുണ്ട്. ആ വിളി കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല, ആ വിളി കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല. അതുകൊണ്ടാണ് ഫസാദുഹും റഹഖ എന്നത് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അവൻ കേട്ടു ഈ വിളി, പ്രതികരണമുണ്ടായി, അത് വിശ്വസിക്കലും ശിർക്കല്ല. ജിന്നിന് ഖുദ്റത്തുണ്ട്. ഏതാ ഖുദ്റത്ത്? അവിടെ സുലൈമാൻ നബിയെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, കടലിൽ മുങ്ങി ശൈത്താന്മാർ, അത് അവരുടെ ഖുദ്റത്താണ്. എണീക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം, അത് അവന്റെ ഖുദ്റത്താണ്. അതേപോലെ സുലൈമാൻ നബി എന്ത് പണിയാണ് നിർദ്ദേശിക്കുന്നത് ആ പണി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അവന്റെ ഖുദ്റത്താണ്. ആ ഖുദ്റത്ത് പ്രകാരം അവൻ ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ലെങ്കിൽ, ആ ഖുദ്റത്തിൽപ്പെട്ട കേൾവി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ലെങ്കിൽ, ആ ഖുദ്റത്തിൽപ്പെട്ട കാഴ്ച ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ലെങ്കിൽ, ആ ഖുദ്റത്ത് ഉപയോഗപ്പെടുത്താൻ ഒരാൾ ആവശ്യപ്പെട്ടാൽ ആ ആവശ്യപ്പെടലും ശിർക്കാകുന്നില്ല. ആ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥന എന്ന് പറയില്ല. എന്നാ പ്രാർത്ഥന ആകും എപ്പോൾ? ഇതിനപ്പുറം ഞാൻ വിളിച്ചാൽ എന്റെ വിളി കേൾക്കാനും എന്റെ അവസ്ഥ അറിയാനും എന്നെ സഹായിക്കാനും ഒക്കെയുള്ള കഴിവ് ഒരു ജിന്നിനുണ്ട് എന്ന വിശ്വാസമാണോ? ശിർക്ക് തന്നെ, സംശയമില്ല. അത് കേൾക്കുമെന്നാണോ? അതും ശിർക്ക് തന്നെ. കാണുമെന്നാണോ? അതും ശിർക്ക് തന്നെ. വിളിക്കുത്തരം ചെയ്യൽ മാത്രമല്ല, വിളിക്കുത്തരം ചെയ്യുന്ന വിശ്വസിച്ചാൽ ശിർക്ക് തന്നെ. പിന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. വിളിക്കുത്തരം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ശിർക്ക് തന്നെ. പക്ഷേ അവിടെ വിളിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഈ യഊദു നബിജാലിൽ ജിന്നി എന്ന് പറഞ്ഞ ആ ഇസ്തിആദത്ത് അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ആമീങ്ങളായ ജിന്നുകൾ കേട്ടു എന്ന വിശ്വാസമോ അത് ശിർക്കല്ല. ഒരിക്കൽ ഗർവ് വർദ്ധിപ്പിച്ചു എന്ന വിശ്വാസമോ അത് ശിർക്കല്ല. അതേപോലെ ഖുദ്റത്ത് എന്ന വിശ്വാസമോ ശിർക്കല്ല. അവരിവിടെ ഉണ്ടാകാമെന്ന വിശ്വാസമോ ശിർക്കല്ല. ഒരാൾ പുഴയിൽ മുങ്ങി കരയ്ക്കൊരു ജിന്ന് ഉണ്ടാകും എന്ന് വിശ്വസിച്ചാലോ ആ വിശ്വാസം ശിർക്കല്ല. ആ ജിന്നിന് കാഴ്ചണ്ട് വിശ്വസിച്ചാലോ ശിർക്കല്ല. ആ ജിന്നിന് കേൾവിണ്ട് വിശ്വസിച്ചാലോ ശിർക്കല്ല. ആ ജിന്ന് നീന്താൻ അറിയുമെന്ന് വിശ്വസിച്ചാലോ, നീന്താൻ അറിയെങ്കിൽ അറിയും, അറിയെങ്കിൽ അറിയില്ല, അത്രേ ഉള്ളൂ. ആ ജിന്ന് നീന്താൻ കഴിയും എന്നൊരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കല്ല. എന്നാൽ മുഹീദ്ദീൻ ഷെയ്ഖ് കരക്കുണ്ടാവുന്ന വിശ്വസിച്ചാലോ അത് ശിർക്കാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് കരയുന്ന എന്നെ കാണുന്ന വിശ്വസിച്ചാലോ ശിർക്കാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് കരയുന്ന എന്റെ ഈ വിളി കേൾക്കുന്ന വിശ്വസിച്ചാലോ ശിർക്കാണ്. എന്നാൽ എവിടുന്ന് വിളിച്ചാലും ജിന്ന് കേൾക്കുമെന്നാണോ? ശിർക്കാണ്. എവിടുന്ന് വിളിച്ചാലും ജിന്ന് കാണുമെന്നാണോ? ശിർക്കാണ്. എവിടുന്ന് വിളിച്ചാലും എന്റെ അവസ്ഥ അറിയുമെന്നാണോ? ശിർക്കാണ്. എവിടുന്ന് വിളിച്ചാലും വിളിക്കുത്തരം ചെയ്യുമെന്നാണോ? ശിർക്കാണ്. അത് അള്ളാന്റെ മാത്രം പ്രത്യേകതയാണ്, അത് റബ്ബിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഈ രണ്ടും കൂട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല. കരയിലാവട്ടെ, കടലിലാവട്ടെ, ജനപ്രദേശത്താവട്ടെ, വിജനപ്രദേശത്താവട്ടെ, എവിടെയാണെങ്കിലും ജിന്നുകൾക്ക് അവരുടേതായ ഖുദ്റത്തുണ്ട്. അല്ലാതെ പുഴന്റെ കരയ്ക്കെത്തുമ്പോ ജിന്നിന് കണ്ടുപൊട്ടി പോകും എന്ന് വിടില്ലല്ലോ. പുഴന്റെ കരയ്ക്കെത്തുമ്പോ ജിന്നിന്റെ കാത് അടഞ്ഞു പോകും എവിടെയുമില്ലല്ലോ. അവിടെ എത്തുമ്പോ ജിന്നിന് കഴിവില്ലാതാകും എന്നെവിടെയുമില്ലല്ലോ. അതുകൊണ്ടാണ് സലാഹി പറഞ്ഞത്, അതുകൊണ്ടാണ് ജബ്ബാർ മൗലവിയും പറഞ്ഞത്, അങ്ങനെ ഉണ്ടെങ്കിൽ ഓന് കേൾക്കുമെങ്കിൽ, ഓന് ചാടാൻ കഴിയുമെങ്കിൽ, നീന്തം അറിയുമെങ്കിൽ ഓൻ ചാടിക്കോട്ടെ എന്നാണോ? അതിന് പ്രാർത്ഥന എന്ന് പറയില്ല, അതിന് അഭൗതികം എന്ന് പറയില്ല. അത് കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമല്ല. അതേസമയം എന്തായാലും ഞാൻ വിളിച്ചാൽ ഓൻ ചാടും, എന്തായാലും ഓൻ രക്ഷപ്പെടുത്തും, എന്റെ അവസ്ഥ അറിയും, എന്നെ ഓൻ സഹായിക്കുമെന്നാണോ? അത് ശിർക്ക് തന്നെയാണ്, സംശയമേതുമില്ല. അത് പുഴക്കടതും അങ്ങനെ തന്നെ, അല്ലാത്തടത്തും അങ്ങനെ തന്നെ. ചൂണ്ടിടാൻ പോകുമ്പോ കാല് വഴുതിയപ്പോ
വിളിച്ചാൽ ഷിർക്കാണോ എന്ന് ഇപ്പൊ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുവല്ലോ. ചൂണ്ടിടാൻ പോകാൻ പറ്റുമെന്ന് ചോദിച്ചാലോ, അപ്പൊ അതും ഷിർക്കാവണ്ടേ? അതും ഷിർക്കാവണ്ടേ? ഒന്ന് ഷിർക്കാകുന്നിടത്ത് എല്ലാം ഷിർക്കാകുന്നു. കാരണം ഷിർക്കിന്റെ അസ്ല് അഖീദയാണ്, വിശ്വാസമാണ്. ആ വിശ്വാസത്തിലാണ് ഷിർക്ക് വരുന്നത്. അതാ എ പി അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞത്, അഭൗതികമായ കഴിവുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നവരോട് ആ അടിസ്ഥാനത്തിൽ സഹായിക്കാനുള്ള അർത്ഥനയാണ് പ്രാർത്ഥന എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹായിക്കാനുള്ള അർത്ഥനയൊന്നും പ്രാർത്ഥനയല്ല എന്ന് എ പി അബ്ദുൽ ഖാദിർ മൗലവി വ്യക്തമാക്കി. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിനെ പറ്റി എ പി അബ്ദുൽ ഖാദിർ മൗലവി അത് അഭൗതികമല്ല എന്ന് പറഞ്ഞത്. ബുദ്ധിയും വിവേകവും മകതിരിയുമുള്ളവർ അഭൗതികമെന്ന് പറയില്ല എന്ന് വിചിന്തനം എഴുതിയത്. അത് പറയാത്ത കാലത്തോളം തൗഹീദിന് കോട്ടമില്ല എന്നും വിചിന്തനം എഴുതിയത്. അതുകൊണ്ട് കാര്യം കൃത്യമാണ്, എല്ലാം ക്ലിയറാണ്. കൂട്ടിക്കൊടുക്കാതെ ഹക്ക് മനസ്സിലാക്കാനുള്ള സതുദ്ദേശത്തോടു കൂടി സൽബുദ്ധിയോടുകൂടി കാര്യങ്ങളെ കാണണേ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വെറുതെ തർക്കിച്ച് ജയിക്കേണ്ട ഒരു കാര്യം നമുക്ക് ആർക്കുമില്ലല്ലോ. അതുകൊണ്ട് ഹക്ക് ഹക്കായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ ചോദ്യത്തിന് മൂപ്പര് ഉത്തരം പറയില്ല എന്ന് നേർച്ചയാക്കി വന്നിരിക്കുക. എന്തായിരുന്നു എന്റെ ചോദ്യം? അള്ളാഹു സുബ്ഹാനഹു വ തആല, ഞാൻ പുഴയിൽ വീണ് മൂപ്പര് എവിടെ വീണാലും എനിക്ക് പുഴയിലേ വീഴണ്ടു, അവിടുന്ന് കയറ്റിയാൽ മതി. ഞാൻ പുഴയിൽ വീണു, മുങ്ങിച്ചാവാണ്. എനിക്ക് എന്നെ പുഴയിൽ നിന്ന് സംരക്ഷിച്ചെടുക്കാൻ ഞാൻ വിളിച്ചാൽ സഹായിക്കുന്ന ഒരു സബബായി അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നിനെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ മൂപ്പര് പറയേ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നവരെ ശരിക്കും. ഞാൻ എവിടെ പറഞ്ഞു എവിടെ നിന്ന് വിളിച്ചാലും സംശയം ചോദിച്ചോ? ഞങ്ങളോട് ചോദിച്ച ചോദ്യം എന്താ? എനിക്കൊരു ഉപകാരം നേടുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നിനെ സബബായി നിശ്ചയിച്ചിട്ടുണ്ടോ? ആ ഉപകാരം തേടാൻ വേണ്ടി എനിക്ക് നിശ്ചയിച്ചിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ ആയത്ത് പറയ്, ഹദീസ് പറയ്. യുക്തിവാദം അവിടെ നിർത്തുക, അതുപോലെ മന്തിക്കൊക്കെ അവിടെ വെക്കുക. ആയത്ത് പറയാ, ഹദീസ് പറയാ. അതില്ലാണ്ട് ഈ കിടന്ന് ഉരുളണ്ട. പിന്നെ സുലൈമാൻ നബിയുടെ കാര്യത്തിൽ ജിന്ന് മുങ്ങിയത് മുജിസാണോ? ആരോ മുസ്ലിം ഇതൊക്കെ പറഞ്ഞു ജിന്ന് മുങ്ങിയത് മുജിസാണെന്ന്. സുലൈമാൻ നബിക്ക് ജിന്നിനെ മൻഫഅത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിച്ചത്